ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ച് ക്ലാസുകളും മീറ്റിംഗുകളും നടത്തുന്നതും ഗൂഗിൾ ഫോം ഉപയോഗിച്ച് പരീക്ഷകൾ നടത്തുന്നതും ഡാറ്റ കളക്ട് ചെയ്യുന്നതും നമ്മൾ മുൻപുള്ള എപ്പിസോഡുകളിൽ വിശദമായി കണ്ടിട്ടുണ്ട്. ഈ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്കായി എപ്പിസോഡുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എങ്ങനെ ഒരു പരീക്ഷയോ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനോ നടത്താം എന്നുള്ളതാണ്. ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം ഗൂഗിൾ ഫോമിൽ ഒരു പരീക്ഷ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒരു ബ്രൗസർ തുറക്കാം. ഞാനിവിടെ ഫയർഫോക്സ് ആണ് തുറക്കുന്നത്. ഗൂഗിൾ ഫോമിൽ എങ്ങനെയാണ് പരീക്ഷ സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മുൻപ് കണ്ടതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്നുകൂടെ കണ്ടു നോക്കാം. ഗൂഗിൾ ഫോംസ് തുറക്കുന്നു. ഗൂഗിൾ ഫോം തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. അതിൽ നമുക്കൊരു പുതിയ എക്സാം അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ഫോം ഉണ്ടാക്കണമെങ്കിൽ ഈ ബ്ലാങ്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്ത് നിർമ്മിക്കുകയാണ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് യൂണിറ്റ് ടെസ്റ്റ് 3 എന്നാണ്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. യൂണിറ്റ് ടെസ്റ്റ് 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഫുൾ നെയിം കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, ക്ലാസ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, ഡിവിഷൻ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് 5 ചോദ്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗൂഗിൾ ഫോമിൽ നമ്മൾ ഒരു ഫോം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് പോവുക. നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയി കിടക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം തുറക്കുക എന്നുള്ളതാണ്. അത് നമുക്കറിയാം. ഗൂഗിൾ പേജ് തുറന്നിട്ട് അതിൻ്റെ ആപ്പ് സ്റ്റോർ ഇവിടെയുണ്ട്, ഗൂഗിൾ ആപ്സ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം തുറക്കാം. ഗൂഗിൾ ക്ലാസ് റൂം തുറന്നു വന്നിരിക്കുകയാണ്. ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ക്ലാസ് മുറി ഉണ്ടാക്കുക, എങ്ങനെയാണ് കുട്ടികളെ ആഡ് ചെയ്യുക, എങ്ങനെയാണ് മറ്റധ്യാപകരെ ആഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്ലാസ് ഇവിടെ കാണാം. നമുക്കതൊന്ന് തുറക്കാം. ഇതിലാണ് നമ്മൾ എക്സാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എക്സാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, മാർക്സ് എന്നൊക്കെയുള്ള ഓപ്ഷനുകൾ കാണാം. ഇതിൽ ക്ലാസ് വർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു പേജാണ് വരിക. ആ പേജിനകത്ത് മുകളിലായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് എന്നൊരു ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അസൈൻമെൻറ്റ്, ക്വിസ് അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻസ്, മെറ്റീരിയൽസ്, റീയൂസ് പോസ്റ്റ്, ടോപ്പിക്സ് തുടങ്ങിയവ കാണാം. ഇതിനകത്ത് അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻസിൻ്റെ പേര് നൽകാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്നത് തന്നെ കൊടുക്കാം, യൂണിറ്റ് 3. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഓപ്പൺ ദ ഗൂഗിൾ ഫോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മറുവശത്ത് കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതായത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ക്ലാസ് 10th ആണ്. എല്ലാ കുട്ടികൾക്കുമാണ് പരീക്ഷ കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ചില കുട്ടികളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കുട്ടി കൊടുക്കുകയോ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ പോയിൻറ്റ്സ് 100 കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ പരീക്ഷ എത്രയാണോ, ഇപ്പം നമ്മൾ 5 ചോദ്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 5 ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്നത് 50 സ്കോറാണ്. അങ്ങനെ മാറ്റാവുന്നതാണ്. ഡ്യൂ ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ഡ്യൂ ഡേറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ടോപ്പിക്ക് ഏതാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കിയിട്ട് ടോപ്പിക്കും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഇതിന് മുകളിലായിട്ട് ഇവിടെ ഷോർട്ട് ആൻസർ എന്ന് കാണാം. അത് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആക്കി മാറ്റാം. ഞാനിവിടെ ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ നേരിട്ട് ഗൂഗിൾ ഫോമിലേക്കാണ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ കുറേ ഓപ്ഷനുകളുണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ചോദ്യമെടുക്കാം, അപ്ലോഡ് ചെയ്യാം, ലിങ്ക് കൊടുക്കാം, വീഡിയോ യൂട്യൂബിൽ നിന്ന് നേരിട്ട് കൊടുക്കാം. ഇവിടെ മോർ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളുടെ ഡ്രൈവിൽ ഗൂഗിൾ ഫോമിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് തുറക്കുന്നു. അപ്പോൾ ഡ്രൈവ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇതിനകത്ത് റീസെൻറ്റ്, അപ്ലോഡ്, മൈ ഡ്രൈവ്, സ്റ്റാർഡ് എന്നൊക്കെ കാണാം. ഇവിടെ നമ്മൾ മൈ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. മൈ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലുള്ള മുഴുവൻ ഫോംസും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഡ്രൈവിലുള്ള ഫോംസ് മാത്രമല്ല,
ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവനും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിൽ നമ്മൾ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് 3 എന്ന് പറയുന്ന ഒരു ഫോമാണ് സെലക്ട് ചെയ്യുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ അടിയിലായിട്ട് യൂണിറ്റ് ടെസ്റ്റ് 3 എന്ന് പറഞ്ഞ് ഈ ഒരു ചോദ്യം വന്ന് കിടക്കുന്നത് കാണാം. ഇത് നമുക്കിവിടെ സേവ്ഡ് ആണ്. ഇതിൻ്റെ മുകളിൽ കാണാം സേവ്ഡ് എന്ന് കാണാം. ഇനി ആസ്ക് എന്നുള്ളതിൻ്റെ സൈഡിലായിട്ട് ഒരു ഏറോ മാർക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, സേവ് ചെയ്യാം, ഡിസ്കാർഡ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫോണിലാണെങ്കിൽ സെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ആസ്ക് എന്ന് പറയുന്ന ഒരു ബട്ടനാണ് കാണുക. നമുക്ക് ഈ ആസ്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ചോദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ ക്രിയേറ്റഡ് എന്ന് കാണാം. അത് നമുക്ക് ഇവിടെ കാണാം. യൂണിറ്റ് 3 എന്ന് പറയുന്ന ഒരു എക്സാം ക്രിയേറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമുക്ക് നമ്മളുടെ കുട്ടിയുടെ ക്ലാസ്സിൽ ഇതെങ്ങനെയാണ് വന്ന് കിടക്കുന്നത് എന്ന് നോക്കാം. കുട്ടിയുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം തുറക്കുകയാണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മുടെ ക്ലാസ് നമ്മൾ തുറക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നത് കാണാം. ന്യൂ ക്വസ്റ്റ്യൻ യൂണിറ്റ് 3 എന്ന് കാണാം. അതിൽ കുട്ടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കാണാം. ഓപ്പൺ ദ ഗൂഗിൾ ഫോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്ന ഇൻസ്ട്രക്ഷൻ കാണാം. ആൻസർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ കാണാം. അത് ശരിക്കും ആവശ്യമില്ല. കുട്ടിക്ക് ഈ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ക്രോം വഴിയോ ഫയർഫോക്സ് വഴിയോ തുറന്നിട്ട് ഗൂഗിൾ ഫോമിലേക്ക് എത്താം. ഗൂഗിൾ ഫോമിൽ നിന്നും കുട്ടിക്ക് ഈ ഉത്തരങ്ങൾ മുഴുവൻ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ കുട്ടിക്ക് ഇവിടെ നിന്ന് സ്കോർ കാണുകയും ചെയ്യാം. വ്യൂ സ്കോർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കാണാം. അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ ഇപ്പോൾ ടീച്ചറുടെ പേജിലെത്തിയിരിക്കുകയാണ്. ടീച്ചറുടെ പേജിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി കഴിയും. യൂണിറ്റ് 3. ഇനി നമുക്ക് ഗൂഗിൾ ഫോമിലേക്ക് പോയിട്ട് ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യുകയും കുട്ടിക്ക് മാർക്ക് ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എല്ലാ കുട്ടികളുടെയും മാർക്ക് ലിസ്റ്റ് ഗൂഗിൾ ഫോമിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മാർക്ക് ലിസ്റ്റ് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എക്സാമുകൾ നടത്തുന്നത്. വളരെ എളുപ്പമാണ്. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.